കുഞ്ഞമത്തീൻ്റെ സീസണാണ് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ മീനാണ് കുഞ്ഞമത്തി. ഇത് മുള്ളടക്കം തിന്നണം എന്നാണ് പഴമക്കാരൊക്കെ പറയുക. അപ്പോൾ കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട്. ഞാനത് വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാട്ടോ. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് മാങ്ങയിട്ട് തേങ്ങയൊക്കെ അരച്ച് വെക്കാനാണ് കേട്ടോ പോകുന്നത്. ഞാനിപ്പോൾ 2 ചെറിയ മാങ്ങ കേട്ടോ. ഇത് 2 മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഒരു ചെറിയൊരു കപ്പ് തേങ്ങ. ഈ തേങ്ങ അരച്ച് ചേർക്കാനുള്ളതാട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഈ മീൻകറി, തേങ്ങ അരച്ച മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് കാണാം. നമ്മൾ അരപ്പിന് ആവശ്യമായ തേങ്ങ ജാറിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ബൗളിന് ഒരു 3/4 ബൗൾ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കണത്. ഇതാ ഈ അരപ്പിന് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ഈ തേങ്ങയിലേക്ക് ചേർക്കണത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. മീൻ കറി വെക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കും. അപ്പോൾ അരപ്പിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ തേങ്ങ. അപ്പോഴാണ് മീൻ കറിക്ക് സ്വാദ് ഉണ്ടാകുക. നമുക്ക് അപ്പോൾ മീൻകറി റെഡിയാക്കാൻ പോവുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയുടെ വില അറിയാലോ, അതുകൊണ്ട് കുറച്ച് എടുത്താൽ മതി കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ മത്തിക്കറിക്ക്. ഞാൻ 1 ടേബിൾ സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണ് മുളക് പൊടി കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരുമിച്ചാണ് പൊടിപ്പിച്ച് വെക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ എടുത്തത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി വീണ്ടും ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങയിലേക്ക് അരച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഈ അനുസരണം ഇല്ലാത്ത കടുകിനെ ചന്നം പിന്നെ അങ്ങോട്ട് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകുറ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടും. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ആണല്ലേ, ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. 2 തണ്ട് കറിവേപ്പില, ഒരു 2 മുളക്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളകുകൾ എടുക്കാം. ചെറുതായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട കേട്ടോ. ഒത്തിരി മൂത്തിട്ടുണ്ടെങ്കിൽ എന്താ അറിയുമോ, നമുക്ക് കറികളുടെ സ്വാദ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അടുത്തത് ഇടുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. എനിക്ക് വീഡിയോസ് ഒന്നും എടുത്തും സൗണ്ട് ചെയ്തൊന്നും പരിചയമില്ല കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് സഹിച്ചണം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മാങ്ങ ഇടാം നമുക്ക്. നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ല ഞാനിത് പറയണ കേൾക്കുമ്പോൾ തന്നെ. മാങ്ങയും കുഞ്ഞമ്മത്തി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പറ ചോറുണ്ണാൻ ഈ ഒരു കറി മതി. ഇനി ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. മാങ്ങയും അരപ്പും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമാവും. വിട്ടുപോയി ഗൈസ് ചേർക്കാൻ. നമ്മുടെ കറികളുടെ രാജാവായ, രുചിക്കൂട്ടിൻ്റെ രാജാവായ ഉപ്പിനെ ഇടാൻ നമ്മൾ മറന്നുപോയില്ലേ. ആവശ്യമുള്ള ഉപ്പും ചേർത്തു. അപ്പോൾ നമ്മുടെ അരപ്പ് വെട്ടി തിളച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കുറുക്ക് വഴി പറഞ്ഞുതരാം. ഈ മത്തി വെട്ടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മീനിൽ ഉളുമ്പെല്ലാം നഷ്ടപ്പെടും കേട്ടോ. ഇറച്ചിയിലാണെങ്കിലും മീനിലാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നീട് എടുത്ത് കഴുകിയാൽ മീനിന് ഉളുമ്പൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കറി കൂട്ടാൻ. അപ്പോൾ വെട്ടി തിളച്ചതിലേക്ക് നമ്മളിങ്ങനെ കഴുകിയ മീൻകുട്ടന്മാരെ പെറുക്കി ഇടുകയാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം ഊർന്നില്ലേ, കൊതിച്ചോ തരൂല. മീൻകുട്ടന്മാരൊക്കെ നമ്മൾ പെറുക്കി ഇട്ടു കേട്ടോ. അതിന് ശേഷം ഇവരൊക്കെ ഒന്ന് അരപ്പിക്ക് മുക്കി വെക്കാം.
ഈ വെള്ളം കുറച്ച് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് ചാറ് പാകത്തിനായി കിട്ടും. അതുകൊണ്ടാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാട്ടോ കുരുമുളക് അരച്ചെടുത്തത്. ഈ കുരുമുളക് എത്ര നമ്മുടെ വയറ്റിക്ക് ചെല്ലാവോ അത്രയും നല്ലതാണ് കേട്ടോ പല അസുഖങ്ങൾക്കും. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. കുരുമുളക് ചേർത്തത് കൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി മതി. കുരുമുളക് ചേർത്തത് കൊണ്ട് നമുക്ക് കുറഞ്ഞ എരിവ് മതി. മുളക് പൊടി നമുക്ക് ആകെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് വെക്കണം കേട്ടോ. അതിന് ശേഷം പൊടിച്ചങ്ങോട്ട് എടുത്താണ്ടല്ലോ അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. നല്ല അരപ്പൊക്കെ ഉണ്ടാവും. നല്ല തിക്കായിട്ട് മീൻ വറുക്കുന്നതിൽ അരപ്പുണ്ടാവും കേട്ടോ. ഇങ്ങനെ ചേർത്ത് വറുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വറുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് വേവൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ മത്തിക്ക്. ഉണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് മീൻ. ഇതുണ്ടോ മാങ്ങയൊക്കെ കാണിച്ചു തരാം. ഇതാ മാങ്ങയൊക്കെ ഉണ്ടോ, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ നല്ല പുളിയൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ മഞ്ഞളും മാത്രമേ ഉള്ളൂ. ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓവറായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ വിതറിയിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം കേട്ടോ. ഞാനിതിന് കടുക് വറുക്കണില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് മീൻകറി അടുപ്പയിൽ വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് അതിന് കടുക് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ നമ്മുടെ കുഞ്ഞൻ മത്തിക്കുട്ടന്മാരെ. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് കുറഞ്ഞ വെളിച്ചെണ്ണ മതി കേട്ടോ. വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്ന കൊള്ളൂല പൊരിച്ച ഭക്ഷണങ്ങളൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതി. നമുക്ക് 2 തണ്ട് കറിവേപ്പില വെക്കാം. അതിനുശേഷം മീനിനെ നമുക്ക് പറക്കി വെക്കാം കേട്ടോ. ഞാനിങ്ങോട്ട് കന്നം പിന്നെ അങ്ങോട്ട് വാരി നിറച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തീനെ. അപ്പോൾ ഈ അരപ്പൊക്കെ കുറച്ച് മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കുരുമുളക് വറുത്തല്ലേ, ഈ അരപ്പൊന്നും നമുക്ക് കളയണ്ട. അപ്പം അങ്ങനെ നമ്മുടെ മത്തി മെല്ലെ മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ചോറുണ്ടാ അല്ലേ. നമ്മുടെ മത്തിക്കറി മാങ്ങയും വെച്ചത്. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചാറൊക്കെ ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കുഞ്ഞൻ മത്തി വറുത്തത്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അപാരമായിട്ട്. ഇതൊക്കെ മുള്ളടക്കം കറുമുറ കഴിക്കണം. ചെറിയൊരു തൊട്ടുകറി വേണ്ടേ നമുക്ക്. അച്ചാർ, ഇത് വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആയോ, നമുക്ക് ചോറ് കഴിക്കുകയല്ലേ. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് വെക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ വെച്ച രീതിയിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണേ. അപ്പോൾ ഓക്കെ, ബൈ. നാളെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് കാണാം.